രാത്രി, തണുത്ത കാറ്റ്, ആകാശത്ത് നക്ഷത്രങ്ങളില്ല. കുന്നിൻ ചെരുവിലെ പഴയ തറവാട് വീടിൻ്റെ ഉമ്മറത്ത് ദീപ ഇരുന്നു. അവൾക്ക് ഉറക്കം വന്നില്ല. മരത്തിൽ നിന്ന് ഇലകൾ താഴെ വീഴുന്ന ശബ്ദം പോലും അവളെ പേടിപ്പെടുത്തി. ഈ വീടിന് ഒരുതരം നിശബ്ദതയുണ്ട്. ഇവിടെ വന്നതിന് ശേഷം അവൾക്ക് വല്ലാത്തൊരു സങ്കടം. ദീപയ്ക്ക് 22 വയസ്സായി. അച്ഛൻ മരിച്ചതും അമ്മയ്ക്ക് അസുഖം വന്നതും അവളെ തളർത്തി. അവർക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ തറവാട് വീടാണ്. ബന്ധുക്കൾ പറഞ്ഞു ഇവിടെ വന്നാൽ അമ്മയ്ക്ക് സുഖമാകും. അങ്ങനെ അവർ ഇവിടെ എത്തി. പക്ഷെ ദീപയ്ക്ക് ഈ വീട് ഇഷ്ടമായില്ല. അച്ഛൻ ഒരിക്കലും ഈ വീടിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അമ്മയും പറയാൻ മടിച്ചു. ഈ വീടിന് എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് ദീപയ്ക്ക് തോന്നി. രാത്രി ഏറെയായിട്ടും അമ്മ ഉറങ്ങിയിട്ടില്ല. മുറിയിൽ നിന്ന് നേർത്ത കരച്ചിൽ കേൾക്കുന്നു. അമ്മയുടെ അസുഖം കൂടിക്കൂടി വരുന്നു. ചിലപ്പോൾ അമ്മ ഒറ്റയ്ക്ക് സംസാരിക്കും, ചിലപ്പോൾ പേടിച്ച് നിലവിളിക്കും. ഡോക്ടർമാർക്ക് കാരണമറിയില്ല. അവർ പറയുന്നത് മാനസിക പ്രശ്നങ്ങളാണെന്ന്. പക്ഷേ ദീപ അത് വിശ്വസിച്ചില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മയ്ക്ക് കൂടുതൽ അസുഖം വന്നത്. ദീപ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുട്ടിൽ ഒരു വലിയ ആൽമരം. അതിൽ എന്തോ അനങ്ങുന്നുണ്ടോ? ഒരു മൂങ്ങ പേടിപ്പിക്കുന്ന ശബ്ദമുണ്ടാക്കി. ദീപ ഞെട്ടി എഴുന്നേറ്റു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവൾ പതിയെ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. അമ്മ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്നു. കണ്ണുകൾ തുറിച്ചിരിക്കുന്നു. അമ്മേ, ദീപ പതിയെ വിളിച്ചു. അമ്മ അനങ്ങിയില്ല. ദീപ അമ്മയുടെ കവളിൽ തൊട്ടു. തണുത്ത് മരവിച്ചിരുന്നു. അമ്മേ, എന്താ പറ്റിയേ? ദീപ പേടിയോടെ ചോദിച്ചു. അമ്മ പതിയെ തലയുയർത്തി. ദീപ ഇതുവരെ കാണാത്ത ഒരു നോട്ടം. അവൻ വരുന്നു. അമ്മ പതിയെ പറഞ്ഞു. ആര്? ദീപയുടെ ശബ്ദം താഴ്ന്നു. അമ്മ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. വേദനിച്ചു. അവൻ നിന്റെ മനസ്സിൽ കയറും. അവൻ എല്ലാം മാറ്റും. ദീപയ്ക്ക് ശ്വാസം മുട്ടി. അമ്മയുടെ കണ്ണുകൾ അവളെ തന്നെ നോക്കി. ആ കണ്ണുകളിൽ കറുപ്പ് നിറഞ്ഞു. എന്താ അമ്മേ ഇത്? ദീപ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അമ്മയ്ക്ക് ശക്തി കൂടി. അവന് നിന്നെ വേണം, ഈ വീടിനെ വേണം. പെട്ടെന്ന് അമ്മ ജനലിലേക്ക് നോക്കി. ദീപയും അങ്ങോട്ട് നോക്കി. ആൽമരത്തിനടുത്ത് ഒരു നിഴൽ, മനുഷ്യൻ്റെ രൂപം. ദീപയ്ക്ക് തണുത്തു വിറച്ചു. അമ്മേ! ദീപ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അമ്മയുടെ മുഖത്ത് ഒരു ചിരി വന്നു. അത് അമ്മയുടെ ചിരിയല്ലായിരുന്നു. ജനലിലൂടെ കണ്ട ആ നിഴൽ പതിയെ വീടിൻ്റെ വാതിലിലേക്ക് നടന്നു തുടങ്ങി. ദീപയ്ക്ക് തളർച്ച തോന്നി. അമ്മയുടെ പിടുത്തം കൂടുതൽ മുറുകി. പുറത്ത് കാറ്റിൻ്റെ ശക്തി കൂടി. ജനലുകൾ ആഞ്ഞ് അടിക്കുന്ന ശബ്ദം. ദീപ പേടിച്ച് അമ്മയെ നോക്കി. അമ്മയുടെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നത് പോലെ തോന്നി. അവൻ വന്നു, അവൻ വന്നു. അമ്മയുടെ വാക്കുകൾ കാതുകളിൽ മുഴങ്ങി. ആ നിഴൽ വാതിലിലേക്ക് അടുക്കുന്നു. ദീപയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അവൾക്ക് ബോധം മറയുന്നത് പോലെ തോന്നി. ഇനി എന്ത് സംഭവിക്കും? ആ നിഴൽ ആരാണ്? അമ്മയുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത്?